ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നറിയാത്ത ചിലരെങ്കിലും ഉണ്ടാകും. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ സേഫ്റ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെഷീനിലേക്കുള്ള പവർ ഓഫാണെന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം പൈപ്പ് കൂടി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കാം. ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വാഷിംഗ് മെഷീൻ്റെ പുറകുവശത്തുള്ള ഇൻലെറ്റ് ഹോസ് പൈപ്പും മെഷീനുമായി കണക്ട് ചെയ്യുന്ന വാട്ടർ ഫിൽറ്ററാണ്. അതിനായി ഇൻലെറ്റ് ഹോസ് പൈപ്പിൻ്റെ എൻഡ് പോർഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് മോഷനിൽ റൊട്ടേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഫിൽറ്റർ ഇരിക്കുന്നത്. അത് ഊരിയെടുക്കുന്നതിനായി ഒന്ന് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്താൽ മതി. വാട്ടർ ഫിൽറ്റർ റിമൂവ് ചെയ്തപ്പോൾ അതിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മെഷീൻ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടാട്ടോ ഇത്രയും അഴുക്ക്. ഈ ഫിൽറ്ററിലെ അഴുക്ക് റിമൂവ് ചെയ്യുന്നതിനായി ഒരു ചെറിയ കപ്പിൽ കുറച്ച് വെള്ളവും യൂസ് ചെയ്യാത്തൊരു ബ്രഷും ഉപയോഗിക്കാം. ഇനി ഈ ഫിൽറ്റർ കപ്പിലെ വെള്ളത്തിലേക്കിട്ട് ചെറുതായി ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ തന്നെ പകുതിയോളം അഴുക്ക് മാറിക്കിട്ടും. ഇനി ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലും സൈഡുകളിലും നന്നായി വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ വാട്ടർ ഫിൽറ്റർ നല്ല അടിപൊളിയായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ വാട്ടർ ഫിൽറ്ററിൽ ഇരുന്ന മെഷീൻ്റെ ഉൾവശം കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ ഉൾവശത്തും ഒരു നെറ്റുണ്ട്. അവിടെയും അഴുക്ക് ഇതുപോലെ തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. അത് നമുക്ക് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് നേരത്തെ ചെയ്തതുപോലെ വൃത്തിയാക്കിയെടുക്കാം. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പം അഴുക്കെല്ലാം ഇളകി അവിടെ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ വാട്ടർ സ്പ്രേ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിനുള്ളിലെ അഴുക്ക് പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന വാട്ടർ ഫിൽറ്റർ അതേ സ്ഥാനത്ത് അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. വാട്ടർ ഫിൽറ്റർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇൻലെറ്റ് ഹോസ് പൈപ്പ് കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ക്ലീനിങ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുകയാണ്. അടുത്തതായി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് വാഷിംഗ് മെഷീൻ്റെ താഴെയുള്ള ഫിൽറ്റർ ബോക്സാണ്. ഈ ഫിൽറ്റർ ബോക്സിൽ 2 പാർട്സ് ആണുള്ളത്, ഡ്രെയിൻ ഫിൽറ്ററും ഡ്രെയിൻ ട്യൂബും. ഡ്രെയിൻ ട്യൂബിൽ വേസ്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് ഉണ്ടാവുക. അത് കളയുന്നതിനായി ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ച് ഡ്രെയിൻ ട്യൂബ് പുറത്തേക്ക് വലിച്ച് ക്യാപ്പ് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഡ്രെയിൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് തുറന്ന് നോക്കാം. വാഷ് ചെയ്യാനായി മെഷീനിൽ ഇടുമ്പോൾ ഡ്രസ്സിനുള്ളിൽ എന്തെങ്കിലും ക്യാപ്സോ ബട്ടൺസോ കോയിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് കിടക്കുന്നത് ഈ ഡ്രെയിൻ ഫിൽറ്ററിലാണ്. ഡ്രെയിൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തപ്പോൾ അതിൽ ഒരുപാട് അഴുക്കുള്ളതായിട്ട് കാണാം. കപ്പിൽ കുറച്ച് വെള്ളമെടുത്ത് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ ഡ്രെയിൻ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് നമ്മൾ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം കൂടെ നമുക്ക് വൃത്തിയാക്കാനുണ്ട്. വാട്ടർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത അതേ രീതിയിൽ തന്നെ വാട്ടർ സ്പ്രേ ബോട്ടിലും ബ്രഷും ഉപയോഗിച്ചാണ് നമ്മളിവിടെയും ക്ലീൻ ചെയ്യുന്നത്. ഡ്രെയിൻ ട്യൂബിലെ വേസ്റ്റ് വാട്ടർ കംപ്ലീറ്റ് റിമൂവ് ആയതിനു ശേഷം ക്യാപ്പ് നന്നായി മുറുക്കി അടച്ച് തിരിച്ചുള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കാം. ഫിൽറ്റർ ക്ലീൻ ആക്കിയതിന് ശേഷം ഫിൽറ്റർ ക്യാപ്പ് ഉപയോഗിച്ച് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഫിൽറ്റർ ബോക്സ് ക്ലീനിങ് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി ക്ലീൻ ചെയ്യാനുള്ളത് ഡിറ്റർജൻറ്റ് പൗഡർ ട്രേ ആണ്. ട്രേ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ വൈറ്റ് കളറിലും ബ്ലൂ കളറിലും 2 പോർഷൻസ് കാണാം. അതിൽ വൈറ്റ് കളറിൽ ചെറിയ ലൈൻസ് ഉള്ളിടത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കാം. ട്രേ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗം കൂടെ വൃത്തിയാക്കേണ്ടതുണ്ട്.
അധികം അഴുക്കൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു തുണിയും വെള്ളവും ഉപയോഗിച്ച് തുടച്ചെടുക്കാവുന്നതാണ്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ സോപ്പ് അടിഞ്ഞുകൂടി കട്ടയായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ചെറിയ സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്തെടുക്കണം. ഒരുപാട് കട്ടിയുള്ള ബ്രഷുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മെഷീനിൽ സ്ക്രാച്ചസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ എപ്പോഴും സോഫ്റ്റായിട്ടുള്ള ബ്രഷസാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉൾവശം നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം ട്രേ കൂടെ നമുക്ക് ക്ലീൻ ചെയ്യണം. കട്ടി കൂടി അഴുക്കുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഈ ട്രേയിലുള്ള ബ്ലൂ കളറുള്ള പോർഷൻ തുണികൾക്ക് സ്മെല്ല് കിട്ടാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്നസ് ഒഴിക്കുന്ന ഭാഗമാണ്. അത് ക്ലീൻ ചെയ്യാനായിട്ട് അതൊന്ന് പൊക്കി റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ക്ലീൻ ആക്കിയ ട്രേ തിരിച്ച് മെഷീനിലേക്ക് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ മെയിൻ ക്ലീനിങ് ആയ ഡ്രം ക്ലീനിങ്ങിലേക്ക് കടക്കുന്നത്. ആദ്യം തന്നെ മെഷീൻ്റെ ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്യുക. അധികം അഴുക്കുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയയാണ് ഈ ഗ്ലാസ് ഡോറ്. അതുകൊണ്ട് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഗ്ലാസ് ഡോറിൻ്റെ ഇരുവശവും തുടച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം ഡ്രമ്മിൻ്റെ സൈഡിലുള്ള റബ്ബർ പോർഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനുള്ളിൽ എന്തെങ്കിലും അഴുക്കടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് അതിൻ്റെ ഉൾവശം മുഴുവനും നന്നായി വൃത്തിയാക്കിയെടുക്കാം. തുണി ഉപയോഗിച്ച് തുടച്ചിട്ടും പോരാത്ത അഴുക്കുകളുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുന്നതിനായി ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഇതിനുള്ളിലെല്ലാം അത്യാവശ്യം നന്നായി തന്നെ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഡ്രം ക്ലീനിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി വാഷിംഗ് മെഷീൻ്റെ ഡോർ ക്ലോസ് ചെയ്യാം. ബാക്കിയുള്ള ക്ലീനിങ്ങിനായി നമ്മൾ നേരത്തെ ഓഫ് ചെയ്തിരുന്ന വാട്ടർ കണക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ഓണാക്കണം. പൈപ്പ് ഓണാക്കിയതിന് ശേഷം വാഷിംഗ് മെഷീൻ്റെ പവർ ബട്ടൺ കൂടെ ഒന്ന് ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ഡ്രം ക്ലീനിങ്ങിനുള്ള മോഡ് സെലക്ട് ചെയ്യണം. ചില മെഷീനുകളിൽ എക്കോ ക്ലീനിങ്, ടബ് ക്ലീനിങ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ മെഷീനിൽ ഈ രണ്ട് ഓപ്ഷൻസും ഇല്ല. ഈ രണ്ട് ഓപ്ഷനുകളും ഇല്ലാത്ത മെഷീനുകളിൽ ഹൈജീൻ സ്റ്റീം എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷനാണ് ഡ്രം ക്ലീനിങ്ങിനായി നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം മെഷീനിൽ സ്റ്റാർട്ട് ബട്ടൺ ഓൺ ആക്കിയാൽ ഡ്രം ക്ലീനിങ് തുടങ്ങും. ഹൈജീൻ സ്റ്റീം എന്ന ഓപ്ഷൻ ഹോട്ട് വാട്ടർ ക്ലീനിങ് ആണ്. ഇതൊരു 3 മണിക്കൂർ സമയമാണ് നമ്മുടെ മെഷീനിൽ കാണിക്കുന്നത്. പലരും ഡ്രം ക്ലീനിങ്ങിനായി ഡ്രം ക്ലീനിങ് ടാബ്ലറ്റ്സും സൊല്യൂഷൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആവശ്യമില്ല. നോർമലായി തന്നെ ഡ്രം ക്ലീനിങ് ചെയ്യാവുന്നതാണ്. ഒരു സൊല്യൂഷനും ഇല്ലാതെ തന്നെ ഇവിടെ മെഷീൻ നല്ല വൃത്തിയാകുന്നത് നമുക്ക് കാണാം. മാസത്തിൽ 2 തവണയെങ്കിലും ഇങ്ങനെ ഡ്രം ക്ലീനിങ് ചെയ്താൽ മെഷീൻ്റെ ലൈഫ് കൂട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും.
വാഷ് ചെയ്യാനിടുന്ന തുണികളിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മെഷീനിലേക്ക് തുണികളിടുക. കൊളുത്തുകളും ഹുക്കുകളും ഒക്കെയുള്ള ഡ്രസ്സുകൾ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോഴും എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് വലിച്ചൂരിയെടുത്താൽ മെഷീനിനുള്ളിലെ റബ്ബർ പോർഷൻ കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡ്രം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തതിന് ശേഷം എപ്പോഴും വാഷിംഗ് മെഷീൻ്റെ ഡോറ് പകുതിയെങ്കിലും ഓപ്പൺ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഈർപ്പം നിന്ന് വാഷിംഗ് മെഷീൻ്റെ ഡ്രം തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീനിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.